മൻസൂർ അലി കാപ്പുങ്കൽ സാറ് നമ്മുടെ തോൽവേദിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കറണ്ട് അഫെയറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയം കളയണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വധശിക്ഷ പിൻവലിച്ച അറേബ്യൻ രാജ്യം ഏതാണ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വധശിക്ഷ പിൻവലിച്ച അറേബ്യൻ രാജ്യം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, നമ്മളെല്ലാം പത്രത്തിലൂടെയൊക്കെ കണ്ട് അറിഞ്ഞതാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, സൗദി അറേബ്യയാണ് കേട്ടോ. അപ്പോൾ സൗദി അറേബ്യയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വധശിക്ഷ പിൻവലിച്ച അറേബ്യൻ രാജ്യമാണ് സൗദി അറേബ്യ എന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹാങ് പാൻ ദാദ ബ്രിഡ്ജ് താഴെ ഏത് നദിക്ക് കുറുകയാണ്? ഓക്കെ, അപ്പോൾ ഹാങ് പാൻ ദാദ ബ്രിഡ്ജ് ഏത് നദിക്ക് കുറുകയാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏത് നദിക്ക് കുറുകയാണ് ഹാങ് പാൻ നമ്മുടെ ദാദ ബ്രിഡ്ജ് ഉള്ളത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, സുബൻസിരിയാണ് കേട്ടോ. അപ്പോൾ സുബൻസിരി നദിക്ക് കുറുകയാണ് ഹാങ് പാൻ ദാദ ബ്രിഡ്ജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഹാങ് പാൻ ദാദ ബ്രിഡ്ജ് ഏത് നദിക്ക് കുറുകയാണ്? സുബൻസിരി നദിക്ക് കുറുകയാണ് ഹാങ് പാൻ ദാദ ബ്രിഡ്ജ് ഉള്ളത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ സെൻറ്റർ ഫോർ ബയോഫാർമ അനലൈറ്റിക്സ് നിലവിൽ വന്ന നഗരം ഏതാണ്? CBA ആണ് കേട്ടോ. CBA എന്താണ് CBA എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ സെൻറ്റർ ഫോർ ബയോഫാർമ അനലൈറ്റിക്സ്. സെൻറ്റർ ഫോർ ബയോഫാർമ അനലൈറ്റിക്സ് നിലവിൽ വന്ന ഇന്ത്യൻ നഗരം ഏതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ എവിടെയാണ് CBA നിലവിൽ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, പൂനെയാണല്ലേ. അപ്പോൾ പൂനെയിലാണ് സെൻറ്റർ ഫോർ ബയോഫാർമ നിലവിൽ വരുന്നത്. എവിടെയാണ്? പൂനെയിലാണ് സെൻറ്റർ ഫോർ ബയോഫാർമ നിലവിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷൻ്റെ നിരീക്ഷക പദവി ലഭിച്ച അഞ്ചാമത്തെ രാജ്യം ഏതാണ്? എന്താണ് ചോദ്യം? ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷൻ്റെ നിരീക്ഷക പദവി ലഭിച്ച അഞ്ചാമത്തെ രാജ്യം ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷൻ്റെ നിരീക്ഷക പദവി ലഭിച്ച അഞ്ചാമത്തെ രാജ്യം, നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഫസ്റ്റ് കിട്ടുന്നത് ഇന്ത്യക്കാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷൻ്റെ നിരീക്ഷക പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യം മാത്രമാണ് ഇന്ത്യ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷൻ്റെ നിരീക്ഷക പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ രാജ്യം മാത്രമാണ് ഇന്ത്യ. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യ സിൽക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം എവിടെയാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യ സിൽക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണത്? നമ്മുടെ അരുണാചൽ പ്രദേശിലാണല്ലേ. അപ്പോൾ അരുണാചൽ പ്രദേശിലാണ് ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യ സിൽക്ക് പരിശീലന കേന്ദ്രം എവിടെയാണ് ആരംഭിക്കുന്നത്? അരുണാചൽ പ്രദേശിലാണ് ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യ സിൽക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ ആദ്യമായി രാജ്യാന്തര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത് ചുവടെ തന്നിട്ടുള്ളതിൽ എവിടെയാണ്? ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി രാജ്യാന്തര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. എവിടെയാണത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, അങ്കമാലിയാണല്ലേ. അപ്പോൾ അങ്കമാലിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജ്യാന്തര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വരുന്നത്. എവിടെയാണ്? അങ്കമാലിയിലാണ് ആദ്യമായിട്ട് വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വരുന്നത്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന ബഹുമതി ലഭിച്ചത് എന്തിനാണ്? ഓക്കെ, അപ്പോൾ എന്താണ്? എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണത്? ഓപ്ഷൻ സി ആണത്, തിരുവനന്തപുരത്തിലെ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പം തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലാണ് എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണ്? ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം, നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ ഒരു പാട്ട്, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരവും കിട്ടും. ഓക്കെ, അപ്പോൾ 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണെന്ന് ചോദിച്ചാൽ ആരുടെയാണത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, വയലാർ രാമവർമ്മയാണ് അല്ലേ. അപ്പോൾ 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭമാരുടെ സ്മാരകമാണെന്ന് ചോദിച്ചാൽ അത് വയലാർ രാമവർമ്മയുടെ സ്മാരകമാണ് ചന്ദ്രകളഭം എന്ന് അറിഞ്ഞിരിക്കുക. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ഗ്രാമം ഏതാണ്? ഓക്കെ, എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ
പച്ചത്തുരുത്തുകളുള്ള ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്ലഡ് ഡൊണേഷനൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. ഏതാണത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മടിക്കൈ ആണല്ലേ. അപ്പോൾ മടിക്കൈയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ഗ്രാമപഞ്ചായത്താണ് മടിക്കൈ എന്നറിഞ്ഞിരിക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ഗ്രാമപഞ്ചായത്താണ് മടിക്കൈ. 10ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കർഷകരുടെ ഉന്നമനത്തിനായിട്ട് രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർഷകരുടെ ഉന്നമനത്തിനായി രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണത്? ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഛത്തീസ്ഗഡ് ആണല്ലേ. അപ്പോൾ ഛത്തീസ്ഗഡിലാണ് കർഷകരുടെ ഉന്നമനത്തിനായിട്ട് രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ പ്ലാസ്മ ചികിത്സാ രീതി സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ പ്ലാസ്മ ചികിത്സാ രീതി സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണത്? നമ്മുടെ കേരളം തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്ലാസ്മ ചികിത്സാ രീതി സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ ആദ്യ സൈനിക ഉപഗ്രഹമാണ് നൂർ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നൂർ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തിൻ്റെയാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇറാൻ്റെ ആണല്ലേ. അപ്പോൾ ഇറാൻ്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ. ഇറാൻ്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ. ഓക്കെ അല്ലേ. അടുത്ത 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനമാണ് ഏത്? ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ബീഹാറാണ് കേട്ടോ. അപ്പോൾ ബീഹാറിലാണ് ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനമാണ് ബീഹാർ എന്ന് അറിഞ്ഞിരിക്കുക. ബീഹാറിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് എവിടെയാണ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണത്? ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നത് ഹിരാനഗറിലാണ് കേട്ടോ. അപ്പോൾ ഹിരാനഗറിലാണ് അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നത്. ഹിരാനഗറിലാണ് അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത്. 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി കഴുകൻ സംരക്ഷണ പ്രജനന കേന്ദ്രം വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? ഇന്ത്യയിൽ ആദ്യമായി കഴുകൻ്റെ സംരക്ഷണ പ്രജനന കേന്ദ്രം വരുന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഖൊരഗ്പൂറിലാണ് കേട്ടോ. അപ്പോൾ ഖൊരഗ്പൂറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കഴുകൻ്റെ സംരക്ഷണ പ്രജനന കേന്ദ്രം വരുന്നത് എവിടെയാണ്? ഖൊരഗ്പൂറിലാണെന്ന് അറിഞ്ഞിരിക്കുക. 16ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം വരുന്നത് സംസ്ഥാനം ഏതാണ്? എവിടെയാണ്? നമ്മളത് വായിച്ചതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം വരുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ജലതുരങ്കം വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണെന്ന് അറിഞ്ഞിരിക്കുക. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സുബല പാർക്ക് വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? പട്ടികജാതി വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായ സുബല പാർക്ക് വരുന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. പത്തനംതിട്ടയിലാണ് അല്ലേ. അപ്പോൾ പത്തനംതിട്ടയിലാണ് പട്ടികജാതി വിഭാഗ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായി ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സുബല പാർക്ക് വരുന്ന എവിടെയാണ്? പത്തനംതിട്ടയിലാണെന്ന് അറിഞ്ഞിരിക്കുക. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ രംഗകലാ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? കേരളത്തിലെ രംഗകലാ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് കേരളത്തിലെ രംഗകലാ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? നമ്മുടെ വർക്കലയിലാണല്ലേ. അപ്പോൾ കേരളത്തിലെ രംഗകലാ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? വർക്കലയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ രംഗകല വർക്കല, രംഗകല വർക്കല. അടുത്ത 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആരുടെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ മ്യൂസിയം ആരംഭിച്ചത്? എന്താണ് ചോദ്യം? ആരുടെ സ്മരണയ്ക്കാണ് നമ്മുടെ ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ മ്യൂസിയം ആരംഭിച്ചതെന്നാണ് ചോദ്യം. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആണല്ലോ കേട്ടോ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മുടെ ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ മ്യൂസിയം ആരംഭിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്മരണയ്ക്കാണെന്ന് അറിഞ്ഞിരിക്കുക. 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് KSEBയുടെ കേരളത്തിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് സൗരോർജ്ജ വൈദ്യുത നിലയം എവിടെയാണ്? എന്താണ് ചോദ്യം? KSEBയുടെ കേരളത്തിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് സൗരോർജ്ജ വൈദ്യുത നിലയം എവിടെയാണ്? നമ്മുടെ പാലക്കാട് അട്ടപ്പാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ KSEBയുടെ കേരളത്തിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് സൗരോർജ്ജ വൈദ്യുത നിലയം എവിടെയാണ്? അട്ടപ്പാടിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 21ാമത്തെ ചോദ്യം മെഡിക്കൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയ അറേബ്യൻ രാജ്യം ഏതാണ്? എന്താണ് ചോദ്യം? മെഡിക്കൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് കഞ്ചാവ്
കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയ ആദ്യ അറബ് രാജ്യമാണ് ലെബനൻ. ഓക്കെ, അപ്പോൾ ലെബനനാണ് മെഡിക്കൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയ ആദ്യത്തെ അറബ് രാജ്യമാണ് ലെബനൻ. അടുത്ത 22ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ 22ാമത്തെ ചോദ്യം. ഏതാണ് ആ സംസ്ഥാനം? നമ്മുടെ തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണെന്ന് അറിഞ്ഞിരിക്കുക. 23ാമത്തെ ചോദ്യം. ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നത് വാഗമണ്ണിലാണ്. ഓക്കെ, അപ്പോൾ വാഗമണ്ണിലാണ് കേരളത്തിലെ ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് വാഗമണ്ണിലാണ്. 24ാമത്തെ ചോദ്യം. ഡിഗ്രി, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ ഭിന്നലിംഗക്കാർക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ഒരുക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി എന്താണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഡിഗ്രി, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ ഭിന്നലിംഗക്കാർക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ഒരുക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? നമ്മുടെ 24ാമത്തെ ചോദ്യം. ഏതാണ് ആ പദ്ധതി? സഫലമാണ് കേട്ടോ. സഫലം എന്ന് പറയുന്ന പ്രോഗ്രാം അനുസരിച്ചാണ് ഡിഗ്രി, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായിട്ട് ഭിന്നലിംഗക്കാർക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ഒരുക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സഫലം. 25ാമത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെർമൽ സ്ക്രീനിംഗ് സ്മാർട്ട് ഗേറ്റ് സ്ഥാപിതമായ രാജ്യാന്തര വിമാനത്താവളം ഏതാണ്? ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തെർമൽ സ്ക്രീനിംഗ് സ്മാർട്ട് ഗേറ്റ് സ്ഥാപിതമായ രാജ്യാന്തര വിമാനത്താവളം എന്ന് ചോദിച്ചാൽ ഏതാണത്? ഓപ്ഷൻ സി ആണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ തെർമൽ സ്ക്രീനിംഗ് സ്മാർട്ട് ഗേറ്റ് സ്ഥാപിതമായ രാജ്യാന്തര വിമാനത്താവളമാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് 25 ക്വസ്റ്റ്യൻസാണ്, കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും ക്ലാസ് ഫലപ്രദമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയും ക്ലാസ് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.